സൈനിക ശക്തി വളർത്തിയെടുത്ത നേതാവ്, ഇസ്രായേലിനെ വിറപ്പിച്ച ഒക്ടോബർ 7 സൂത്രധാരൻ, ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമൻ. ഇറാനിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയയ്ക്ക് പകരം തലവനായി എത്തുന്ന യഹിയ സിൻവാർ ഇസ്രായേലിന്റെ ഉറക്കം കളയുന്ന പേരാണ്. മുമ്പ് ഗസയിലെ ഹമാസ് നേതൃസ്ഥാനത്തേക്ക് യഹിയ സിൻവാർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഇസ്രായേൽ രാഷ്ട്രീയ രംഗത്തും സുരക്ഷാ രംഗത്തും ഉത്കണ്ഠകൾക്ക് കാരണമായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്കിടയിലാണ് ഒക്ടോബർ 7 മൊസാദിന്റെ അടക്കമുള്ള ഇസ്രായേലിന്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് ഹമാസ് മിന്നലാക്രമണം നടത്തുന്നത്. അതിന്റെ സൂത്രധാരനാണ് യഹിയ സിൻവാർ. അന്ന് തുടങ്ങിയ യുദ്ധം 10 മാസം പിന്നിടുമ്പോഴാണ് ഹമാസിന്റെ തലവനായി യഹിയ സിൻവാർ എത്തുന്നത്. അയൺ ഡോമുകൾ ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തുടങ്ങിവെച്ച യുദ്ധത്തിന് അന്ത്യം കാണാൻ 10 മാസം പിന്നിട്ടിട്ടും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. അതിനിടയിലാണ് ഒക്ടോബർ 7 സൂത്രധാരനെ ഹമാസ് തലവനായി പ്രഖ്യാപിക്കുന്നത്. ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതേസമയം ഇസ്രായേലിനുള്ള ഹമാസിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഇതെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. യഹിയ സിൻവാർ കൊലയാളി എന്നായിരുന്നു ഇസ്രായേലിന്റെ ആദ്യ പ്രതികരണം. യഹിയ സിൻവാറിനെയും ഹമാസിനെയും ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇസ്മായിൽ ഹനിയയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ സിൻവാറിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു. ഹമാസ് യുദ്ധഭൂമിയിലും രാഷ്ട്രീയത്തിലും ഉറച്ചു നിൽക്കുന്നു. 305 ദിവസമായി തുടരുന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നയാളാണ് സംഘടനയെ നയിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. 2017 മുതൽ ഹമാസിന്റെ നേതാവാണെങ്കിലും സിൻവാർ വളരെ അപൂർവമായ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു സിൻവാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗസയിലെ ഖാൻ യൂണിസിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ 1962 യഹിയ സിൻവാറിന്റെ ജനനം. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അൽ മജ്ദൽ അസ്കലാനിൽ നിന്ന് പലായനം ചെയ്ത് ഗസയിൽ അഭയം തേടിയതായിരുന്നു സിൻവാറിന്റെ കുടുംബം. അഭയാർത്ഥി ക്യാമ്പിൽ തികച്ചും ദുരിതപൂർണമായ ജീവിതം. ക്യാമ്പുകളിൽ ജനങ്ങൾക്കെതിരെ അധിനിവേശ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചുമായിരുന്നു യഹിയ സിൻവാറിന്റെ ബാല്യവും. ഖാൻ യൂണിസ് സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യഹിയ സിൻവാർ ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദം നേടി. പഠന സമയത്ത് തന്നെ ഫലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡ് വിദ്യാർത്ഥി വിഭാഗമായിരുന്ന ഇസ്ലാമിസ്റ്റ് ബ്ലോക്കിന്റെ തലപ്പത്തെത്തി. യഹിയയുടെ ഫലസ്തീൻ വിമോചന പ്രവർത്തനങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. പിന്നീട് തേടിയെത്തിയ ഉന്നത പദവികളെല്ലാം കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥി കാലത്തെ ഈ പ്രവർത്തന പരിചയം യഹിയ സിൻവാറിന് ധാരാളമായിരുന്നു. 1980കളുടെ അവസാനത്തിൽ നടന്ന ആദ്യത്തെ ഫലസ്തീൻ കലാപത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗം രൂപീകരിക്കാൻ പ്രധാന പങ്കുവഹിച്ചു. അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ 1982 സിൻവാർ ആദ്യമായി അറസ്റ്റിലാകുന്നത്. ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിച്ചവരെന്ന് സംശയിക്കുന്നവരെ കൊന്നതിന് അദ്ദേഹത്തിന് ഖാൻ യൂണിസിന്റെ കശാപ്പുകാരൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. 2006 ഹമാസിന്റെ ഇസ്സത്ത് ദീൻ അൽ ഖസം ബ്രിഗേഡ്സ് ഇസ്രായേലിലെ ഒരു ആക്രമണം നടത്തി. ചരിത്രത്തിൽ ഇസ്രായേലിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു അത്. 2011 വരെ 22 വർഷമാണ് സിൻവാറിന് അന്ന് തുടർച്ചയായി ജയിലിൽ കഴിയേണ്ടി വന്നത്. 2011 ഒക്ടോബർ 18 ചൊവ്വാഴ്ച ഹമാസും ഫലസ്തീനികളും ഏറെ അഭിമാനത്തോടെ ഓർക്കുന്ന ദിവസമാണ്. ബന്ദിയാക്കിയ ഇസ്രായേൽ കമാൻഡർ ഗിലാദ് ഷാലിത്തിന് പകരം ഹമാസ് ആവശ്യപ്പെട്ടത് യഹിയ സിൻവാറിന്റെ മോചനമായിരുന്നു. യഹിയക്കൊപ്പം തടവിലാക്കിയ 1027 ഫലസ്തീനികളെ കൂടി ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഫലസ്തീനികളെ വിട്ടയച്ചതിനേക്കാൾ യഹിയ ഹസൻ സിൻവാർ എന്ന പോരാളിയെ വിട്ടയച്ചതിന്റെ പേരിൽ ഇസ്രായേൽ ഇന്നും ഖേദിക്കുന്നുണ്ടാകും. പിന്നീട് യഹിയ സിൻവാറും ഒപ്പം ഹമാസും എത്രത്തോളം വളർന്നു എന്നതിന് മാത്രമാണ് കാലം സാക്ഷിയാകേണ്ടി വന്നത്. അടിച്ചമർത്തലിലും അപമാനത്തിലും മരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷികളായി മരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. 10,000-കണക്കിന് ആളുകൾ ഞങ്ങളോടൊപ്പം മരിക്കും. യഹിയ സിൻവാറിന്റെ ഈ വാക്കുകളാണ് ഹമാസിന്റെ ഊർജമായി കണക്കാക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ തടസ്സവും. ഹമാസിന്റെ തുരങ്കങ്ങളിലെവിടെയോ യഹിയ സിൻവാർ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വാദം. തുരങ്കങ്ങൾ ഓരോന്നായി തകർത്തെന്ന് അവകാശപ്പെടുമ്പോഴും ഹമാസിന്റെ കേന്ദ്രം പോലും കണ്ടെത്താൻ ഇസ്രായേലിനായിട്ടില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട്.